ഹായ്, വെൽക്കം ബാക്ക് ടു ജേഷീസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സൺഫ്ലവർ കീ ചെയിൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് തരത്തിലുള്ള കീ ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും സെയിം പാറ്റേൺ തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എന്തൊക്കെയാണ് ഡിഫറൻസ് അതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസും അറിയിക്കുക കേട്ടോ. പിന്നെ മിൽക്കോട്ടൺ യാൺസ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഈ സൺഫ്ലവർ ഇപ്പോൾ ഈ കാണിക്കുന്ന സൺഫ്ലവർ ഞാൻ മിൽക്കോട്ടൺ യാൺസിലാണ് ചെയ്തത്. അപ്പോൾ മിൽക്കോട്ടൺ യാൺസ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഈ സൺഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3mm ഹുക്കാണ് കേട്ടോ. കണ്ടില്ലേ, 3mm ഹുക്കാണ് ഞാനതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തപ്പോൾ ഞാൻ 3.5mm ഹുക്കാണ് ഇത് ചെയ്തത്. ഇത് അക്രിലിക് യാൺ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ സൺഫ്ലവർ കീ ചെയിൻ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് സൺഫ്ലവർ ആണല്ലോ, അപ്പോൾ മെയിനായിട്ടും നമ്മൾ യൂസ് ചെയ്തൊക്കെയാണ് ബ്രൗൺ, യെല്ലോ, ഗ്രീൻ. അപ്പോൾ ഇത് ഗ്രീനിൻ്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് നമ്മുടെ കയ്യിലുള്ളത് എടുക്കാം. അപ്പോൾ ഞാനും ഇവിടെ അതുപോലെ ഇങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇത് എല്ലാം മിൽക്കോട്ടൺ യാൺസാണ് ഇതിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അക്രിലിക് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് സൺഫ്ലവറിൻ്റെ ഈ ഒരു പോർഷൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു മാജിക് സർക്കിൾ ഇടുക. മാജിക് സർക്കിളിൽ നമുക്കൊരു 6 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം കേട്ടോ. മാജിക് സർക്കിൾ ഇട്ടു. ഇനി ഇതിൽ 6 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. 1 2 വെച്ചിട്ട് 6 ചെയ്തെടുക്കുക കേട്ടോ. 6 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി ടെയിലിൻ്റെ ഒന്ന് വലിച്ചാൽ നമുക്കത് ഇവിടെ മാജിക് സർക്കിളോടെ ക്ലോസ് ആവും. എന്നിട്ട് ഇതിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ഉണ്ടല്ലോ, ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് നമുക്കിതിനെ ജോയിൻ ചെയ്യാം. ഇത് ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മളിതിനെ ജോയിൻ ചെയ്യണം. ഇനി ഈ സ്പേസിൽ തന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്തില്ലേ, ഈ സ്പേസിൽ തന്നെ 2 സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ സെയിം സ്പേസിൽ 2 സിംഗിൾ ക്രോഷേ. അങ്ങനെ ഓരോ ഇപ്പോൾ 6 എണ്ണമല്ലേ ഇവിടെ ചെയ്ത്, ഈ 6 എണ്ണത്തിലും 2 എണ്ണം വീതം ചെയ്തെടുക്കുക. അപ്പോൾ 12 സിംഗിൾ ക്രോഷേ നമുക്ക് ടോട്ടൽ കിട്ടും കേട്ടോ. അടുത്തതിലും ഒരു 2 സിംഗിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് ചെയിൻ സ്പേസിലും 2 സിംഗിൾ ക്രോഷേ. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ സിംഗിൾ ക്രോഷേ ഇങ്ങനെ ഇടാതെ ഇങ്ങനെ യാൺ അണ്ടർ അങ്ങനെ ചെയ്യണം കേട്ടോ. ഞാനിതിൽ ചെയ്തെടുക്കുന്നത് എനിക്ക് ഇതാണ് ഒന്നും കൂടി നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറ്റി ചെയ്യണം. കണ്ടോ, അതായത് അപ്പോൾ ഒരു ക്രോസ് ഡിസൈൻ വരും. അതായത് യാൺ ഇങ്ങനെ വെച്ച് ഹുക്ക് ഇങ്ങനെ വെച്ച് ഹുക്കിൻ്റെ അടിയിൽ കൂടി യാൺ എടുത്തിട്ട് വലിക്കുക. മനസ്സിലായോ? അങ്ങനെ ഇതിലെല്ലാം 2 എണ്ണം വീതം ചെയ്യുക. അപ്പോൾ ഇതോടെ നമ്മൾ 12 എണ്ണമായിട്ടോ, ഈ 2 എണ്ണം വീതം ചെയ്ത് 12 എണ്ണമായി. അതിങ്ങനെ എണ്ണി നോക്കിയാൽ മതി. ചെയ്യുമ്പോൾ തന്നെ 1 2 3 4 അങ്ങനെ എണ്ണിയിട്ട് ചെയ്യുക. അപ്പോൾ അതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ഇതോടെ ജോയിൻ ചെയ്തു. ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണം. ഒരു ചെയിൻ ഇട്ടു. അടുത്ത റോയിൽ നമ്മൾ 1 ഇടവിട്ടിട്ടുള്ള ഇൻക്രീസാണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഈ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്തതിൽ തന്നെ നമ്മൾ ഒന്ന് ചെയ്യണം. 1 ചെയ്തു. ഇനി നെക്സ്റ്റിൽ 2 എണ്ണം അവിടെ ഇൻക്രീസ് ചെയ്യണത് നമ്മൾ അടിയിൽ കൂടി വലിക്കണം കേട്ടോ. ഇതിൽ 2 എണ്ണം ചെയ്യണം. ഇനി അടുത്തതിൽ 1 എണ്ണം ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തതിൽ 2 എണ്ണം. അപ്പോൾ നമ്മളെപ്പോഴും അടിയിൽ കൂടി
വലിച്ചെടുക്കുക ഹുക്കിൻ്റെ അടിയിൽ കൂടി. അപ്പോൾ അതിനൊരു ക്രോസ് ഡിസൈൻ വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യുക. 1 2 1 2 അങ്ങനെ ഇൻക്രീസ് ചെയ്തെടുക്കുക. ഇപ്പോൾ ലാസ്റ്റത്തെ 1 2 വെച്ചിട്ട് ഇനി ആദ്യത്തെ ഈ സ്റ്റിച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 2 എണ്ണം കേട്ടോ വന്നത്, ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ റോയിൽ ഇവിടെ കിട്ടിയിട്ടുള്ളത് 18 എണ്ണം ആണ് കേട്ടോ. ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 1 2 3 റോ ആയി. ഇനി 4ാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഒരു ചെയിൻ ഇടുക, എന്നിട്ട് ഈ സ്പേസിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അതും ഇങ്ങനെ അടിയിൽ കൂടി എടുത്ത് വലിക്കുക കേട്ടോ. ഇനി അടുത്തതിലും കൂടിയും ഒരെണ്ണം ചെയ്യും. പിന്നെ മൂന്നാമത്തേൽ 2 എണ്ണം ചെയ്യാം കേട്ടോ. 3ാമത്തേലാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ആദ്യം ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ 2ാമത്തേൽ ഒരു സിംഗിൾ ക്രോഷേ, 3ാമത്തേൽ വരുമ്പോൾ 2 എണ്ണം ചെയ്യണം. അതന്നെ കണ്ടിന്യൂ ചെയ്യാം. 1 ചെയ്തു, 2ാമത്തെ ചെയ്തു, 3ാമത്തേൽ വരുമ്പോൾ 3ാമത്തേലാണ് ഇൻക്രീസ് ചെയ്യുന്നത്, 2 എണ്ണം കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ റോ കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തു. ഈ റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും കേട്ടോ. അത് എണ്ണി കറക്റ്റ് അല്ലേ നോക്കണം. എന്നിട്ട് ഇതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് ഈ ഇത്ര വേണ്ടോ, ഇപ്പോൾ ഈ ഇതിൻ്റെ സെൻറ്റർ പോർഷനായി ഇത്രയും നമുക്കിവിടെ ആവശ്യമുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്ത് നിർത്തുക. എന്നിട്ട് ഈ യാൺ കട്ട് ചെയ്യാം. നമുക്ക് യാൺ കട്ട് ചെയ്തു, അതിനിങ്ങോട്ട് ഇങ്ങനെ വലിക്കുക. എന്നിട്ട് തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ തൊട്ടപ്പുറത്തെ ഈ ചെയിനിലേക്ക് ഇതിനെ ഇൻസേർട്ട് ചെയ്യാം. കണ്ടോ, ഈ തൊട്ടുള്ള ചെയിനിലേക്ക് സ്പേസിലേക്ക് ഇതിങ്ങനെ വലിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിനെ പിന്നെ ഹൈഡ് ചെയ്ത് എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഈ മാജിക് സർക്കിളിൻ്റെ ടൈലൻ്റ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് പിടിച്ച് വലിച്ച് ടൈറ്റാക്കാം. മനസ്സിലായോ? പിന്നെ ഈ നിൽക്കുന്ന ഈ ടൈലൻ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് വന്നത്, ആ യാണിനെ നമുക്കിവിടെ ഒന്ന് കൂട്ടി കെട്ടിയിടാം. എന്ന് വെച്ച് ഭയങ്കരമായിട്ട് വലിച്ച് ടൈറ്റാക്കി കെട്ടരുത്. ജസ്റ്റ് ഇതിനെ ഇങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടേപ്പ് സ്ട്രീ നീഡിൽ ഉപയോഗിച്ച് ഹൈഡ് ചെയ്താലും മതി. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കെട്ടിയിട്ടാൽ മതി. ഇത് ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണല്ലോ. അപ്പോൾ വെറുതെ ഒന്നിങ്ങനെ ടൈ ചെയ്താൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് വലിക്കരുത് കേട്ടോ. വലിക്കുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞു നിൽക്കും. ഇത്ര മെല്ലൊന്ന് കെട്ടേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ഈ ത്രെഡ് കട്ട് ചെയ്ത് കളയാം. കണ്ടോ? ഇനി ഇതുപോലെ ഒരു പീസും കൂടി ചെയ്യണം. അത് നമുക്ക് ഇത് കണ്ടോ, ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഗ്രീനിൽ ചെയ്ത് ഇതേപോലത്തെ ഒരു പീസ് ഗ്രീനിലും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ രണ്ടിനും കൂടി ജോയിൻ ചെയ്യണം. അതിനു വേണ്ടി നമ്മളിതിനെ രണ്ടിനും കൂടി ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഇങ്ങനെയുള്ള ഈ കാണുന്ന ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഭാഗം കാണുന്നില്ലേ, ഈ ഭാഗത്തു കൂടി നമുക്ക് ഈ ഹുക്ക് ഇങ്ങനെ കടത്തിയിട്ട് എവിടെ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ ഗ്രീനിൻ്റെയും സെയിം ചെയ്യുക നമ്മൾ. എന്നിട്ട് ഈ ഒന്നുകിൽ ഞാനങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് എടുക്കാറില്ല, ഇങ്ങനെ തന്നെ പിടിച്ചിട്ടാണ് ജോയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ അമർത്തി പിടിക്കുക. ഈ വിരലുകൊണ്ട് ഇങ്ങനെ അമർത്തി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല എപ്പോഴും കേട്ടോ. കണ്ടോ, എന്നിട്ട് യാണിനൊന്ന് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ടൈറ്റായി. കണ്ടില്ലേ? ഇനി ഇതിൽ 2 ചെയിൻ 1 2 ചെയിൻ ചെയ്യാം. എന്നിട്ട് തൊട്ടടുത്ത ചെയിൻ സ്പേസ്, അപ്പോൾ ചെയിൻ സ്പേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെയും ഈ ബാക്കിലുള്ള ഗ്രീനിൻ്റെയും ഒരുമിച്ച് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത ചെയിൻ സ്പേസിലൂടെ അടുത്തതിൻ്റെയും അത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് സ്ലോയിൽ കാണിക്കുന്ന കാരണം കൊണ്ട് ബുദ്ധിമുട്ട് തോന്നുകയാണ്. ഇങ്ങനെ കടത്തി ഈ ആണിൽ ഇങ്ങനെ വലിച്ചെടുത്ത് ഡബിൾ ക്രോഷ്യാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്.
ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. കണ്ടോ, നമ്മൾ ഈ സൺഫ്ലവറിൻ്റെ പെറ്റൽസാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ഞാൻ അടുത്തത് ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ 2 പ്രാവശ്യം ചുറ്റി ഇനി ആ സെയിം സ്പേസിൽ തന്നെ ഇത് ചെയ്ത് സെയിം സ്പേസിൽ തന്നെ നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. നമ്മളൊരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തില്ലേ, ഇനി 3 ചെയിൻ ഉണ്ട്. 1 2 3. ഞാനിവിടെ 3, നിങ്ങൾക്ക് 2 ചെയിൻ ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെ മതി കേട്ടോ. 2 ചെയിൻ ഇടുമ്പോൾ കണ്ട ഇതിൻ്റെ ഈ കോർണറിൽ ഒരു റൗണ്ട് ഷേപ്പ് വരികയാണ്, നല്ലൊരു പോയിന്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 3 ചെയിൻ ഇട്ടത്. 2 ഇട്ടാലും കുഴപ്പമില്ല എന്ന് മനസ്സിലായില്ലേ. പിന്നെ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് ഇങ്ങനെ വെക്കാം, കാരണം അത് ഉള്ളിൽ പോകുന്ന വശല്ലേ കേട്ടോ. ഇനി അടുത്തത് ട്രിപ്പിൾ ക്രോഷ്യ, സെയിം സ്പേസിൽ തന്നെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഇനി അടുത്തത് ഡബിൾ ക്രോഷ്യ, സെയിം സ്പേസിൽ തന്നെ. ഇനി അടുത്തത് 2 ചെയിൻ, 1 2 ചെയിൻ ഇടുക. എന്നിട്ട് തൊട്ടടുത്ത ചെയിൻ സ്പേസിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിനവിടെ ജോയിൻ ചെയ്യാം. കേട്ടോ, അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അതവിടെ അങ്ങനെ ഒരു പെറ്റലായി. നെക്സ്റ്റ് പെറ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 2 ചെയിൻ, 1 2 ചെയിൻ ഇട്ടു. പിന്നെ തൊട്ടടുത്ത ചെയിൻ സ്പേസിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെയും ബാക്കിലുള്ള ഗ്രീനിൻ്റെയും ഒരുമിച്ച് ചെയ്യണം കേട്ടോ. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഒരു ട്രിപ്പിൾ ക്രോഷ്യ, 3 ചെയിൻ, 1 2 3 ചെയിൻ, വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ സെയിം സ്പേസിൽ. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ. ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് നെക്സ്റ്റ് ചെയിൻ സ്പേസിലേക്ക് ഇതിനെ ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിൽ ഫുള്ള് ചെയ്തെടുക്കരുത്. കാരണം നമുക്ക് ഇതിലൂടെ കോട്ടണോ പോളി ഫൈബറോ എങ്ങാനും ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫുള്ളും ചെയ്യരുത്, ഒരു പെറ്റൽ ബാക്കി നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഇവിടെ 10 പെറ്റൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 ചെയ്തു. 11 ചെയ്യണായിട്ട് മുന്നേ നമുക്കിവിടെ കുറച്ച് കോട്ടൺ ഫില്ല് ചെയ്യാനുണ്ട്. കോട്ടണോ പോളി ഫൈബർ എങ്ങാനും ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ കുറച്ചിങ്ങനെ പഫായിട്ടിരിക്കും. ഇത് കുറേശ്ശെ എടുത്ത് ഇതിലിങ്ങനെ ഇറക്കി കൊടുത്താൽ മതി. ഉണ്ടോ, നമ്മളതിൽ ഫില്ല് ചെയ്തെടുത്തു. അപ്പോൾ അത് ഒന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടോ ഒന്ന് പഫായി ഇരിക്കുന്നത്. അതാണ് അതിന് ഭംഗി. ഇനി ബാക്കിയുള്ള പെറ്റൽസും കൂടി നമുക്ക് ഇതിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പെറ്റലും ചെയ്തു. ഇത് ഈ ബ്രൗൺ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്, ബ്രൗണും ഗ്രീനും ചെയ്തപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 12 പെറ്റൽസ് നമുക്ക് ചെയ്യാനുള്ള സ്പേസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ 12 പെറ്റൽസാണ് ഈ വന്നിട്ടുള്ളത്. ഈ ആണ് ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. കുറച്ച് നീളത്തിലിട്ടിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ അതവിടെ ടൈറ്റായി. ഇനി ഒന്നും കൂടിയും ഈ പെറ്റലിൻ്റെ ഇത് കണ്ടോ, ഇത് കാണുന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബാക്കിലേക്ക് വലിച്ചെടുക്കുക. ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ അതവിടെ ടൈറ്റായി. ഇനിയിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പെറ്റൽസിനെ ഒന്നിങ്ങനെ ആക്കി ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ അടുക്കടുക്കായിട്ടുള്ള പെറ്റൽസ് വന്നു. ഇതുപോലെ ഒന്ന് ഈ ടിപ്പ് കൊണ്ട് ഇവിടെ ഒന്നിങ്ങനെ ആക്കിയിട്ടേ ഇങ്ങനെ ഒന്നാക്കി ഒന്ന് ഇങ്ങനെ പിടിക്കുന്നതോടുകൂടി ഒന്നിങ്ങനെ കൊണ്ട്
കുനിക്കുക. അപ്പോൾ പിന്നെ അതിങ്ങനെ 2-3 ദിവസം ഇരിക്കുമ്പോൾ അത് ഈ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ 3 ചെയിൻ ഇവിടെ ഇട്ടത്. 2 ചെയിൻ ആകുമ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പോയിന്റ് ആയിട്ട് കിട്ടുന്നില്ല. നമ്മുടെ സൺഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ട് അല്ലല്ലോ, ഒന്നിങ്ങനെ കോണായിരിക്കുന്നതല്ലേ. അപ്പോൾ അതിന് കിട്ടണമെങ്കിൽ 3 ചെയിൻ ഇടുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ 12 പെറ്റൽസ് വന്നപ്പോൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് ശരിക്കും നമ്മുടെ ഈ സൺഫ്ലവർ തന്നെ ആയി ഉണ്ടല്ലേ. ഒന്നിങ്ങോട്ട് അങ്ങനെ ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റൈറ്റിലേക്ക് ആണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ആക്കി, അപ്പോൾ എല്ലാ പെറ്റലും അങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഇതിന് മൊത്തത്തിലൊരു പെറ്റലിനൊരു ഷേപ്പ് ഉണ്ട് കണ്ടോ, ഇങ്ങനെ ബാക്കിലേക്ക് അടുക്കായിട്ട് വന്നിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഭംഗിയുള്ളൊരു സൺഫ്ലവർ ആയില്ലേ. പിന്നെ ഞാൻ ഇതിന് ഇവിടെ ക്രോസ് ചെയ്ത് പറഞ്ഞില്ലേ, ഒരു ക്രോസ് മോഡൽ വരും എന്ന് പറഞ്ഞില്ലേ, അതായത് ഹുക്കിനടിയിൽ കൂടി ഞാൻ വലിച്ചെടുത്തപ്പോൾ വന്നിട്ടുള്ള ഡിസൈൻ കണ്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് എനിക്ക് അത്ര പോരാൻ തോന്നി. ഇത് സാധാരണ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇത് ഹുക്കിന് അടിയിൽ കൂടി, അതായത് ആമിഗുരുമിയിൽ ഇങ്ങനെയാണ് അധികം ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടില്ലേ. എനിക്ക് ഇതാണ് ഒന്നും കൂടിയും ഇഷ്ടമായി തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇതിങ്ങനെ 2 തരത്തിൽ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് 2 തരത്തിലും തന്നെ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത്ര പെട്ടെന്ന് അങ്ങനെ നമുക്കത് ക്ലിയർ ആവില്ലല്ലോ. ഇപ്പോൾ 2 ഫ്ലവറിൻ്റെയും ഭംഗിയുള്ള വ്യത്യാസം കണ്ടില്ലേ. നമുക്കിതിന് ഒരു ലീഫ് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ലീഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബാക്കിൽ ചെയ്തിട്ടുള്ള സെയിം യാൺ തന്നെയാണ്, ഗ്രീൻ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ ഗ്രീനിൻ്റെ ചെയ്തില്ലേ, ഈ വശം ഉള്ളിലേക്ക് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഞാനത് പെട്ടെന്ന് ആദ്യമൊക്കെ അങ്ങനെ പിടിച്ചു, പിന്നെ ചെയ്യുവാൻ നേരത്ത് എവിടെയോ ഒന്ന് തിരിച്ചു പിടിച്ചപ്പോഴേ ഈ വശം പുറമേക്കായി, ഞാനത് കാണുകയും ചെയ്തില്ല. കുറച്ച് തുന്നിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഈ ഭാഗം ഇതിൻ്റെ നല്ല വശമല്ല, ശരിക്കും തുന്നി വരുന്നത് ഉള്ളിലേക്ക് ആയിപ്പോയി. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ, മാറിപ്പോവാതെ പുറമേക്ക്. കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിപ്പോൾ ബാക്കിൽ വരുന്ന വശമല്ലേ, ഇതല്ലേ നമ്മൾ ശരിക്കും ഫ്ലവറിന് കാണാം. കുഴപ്പമൊന്നുമില്ല അങ്ങനെ വന്നോന്ന് കരുതിയിട്ട്, പക്ഷെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്രീൻ ത്രെഡ് എടുക്കുക. എന്നിട്ട് അതിൽ ഒരു 12 ചെയിൻ ഇടുക കേട്ടോ. ഇപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി 1 2 3 12 ചെയിൻ ഇട്ടു. ഇനി ഈ ആദ്യത്തെ അല്ല, അതിൻ്റെ തൊട്ട് ബാക്കിലേക്ക് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്തതിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാം, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത 4 എണ്ണത്തിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്യുന്നത്. 4 ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ 1 ചെയ്തു. ഇനി 3 ട്രിപ്പിൾ ക്രോഷ്യ കൂടി ചെയ്യാം. 4 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തതിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ബാക്കിൽ ചെയ്ത പോലെ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. കണ്ടില്ലേ. ഇനി അടുത്തത് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ഇവിടെ ഒരു ചെയിൻ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. പിന്നെ ഒരു ചെയിൻ ഇടാം. എന്നിട്ട് ഇതിൽ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. ആ സെയിം സ്പേസിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇനി ഇവിടെ ഇങ്ങോട്ട് തിരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യത്തേതിൽ ഇനി അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിനൊന്ന് ഇങ്ങനെ വലിച്ചതിന് ശേഷം ഇതിനെ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇനി ഇങ്ങോട്ട് ചെയ്തു പോകുമ്പോൾ ഇതിനൊപ്പം പിടിക്കാം കേട്ടോ. ഇനി തൊട്ടടുത്തതിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അതിൻ്റെ തൊട്ട് ബാക്കിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി തൊട്ട് ഡബിൾ ക്രോഷ്യ, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടുള്ള സെയിം തന്നെ ഈ സൈഡിലേക്കും ചെയ്തെടുക്കുക.
ഇനി ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി 4 ട്രിപ്പിൾ ക്രോഷേ. ഇപ്പം 4 ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷേ, ബാക്കിൽ ചെയ്ത സെയിം തന്നെ, ഒരു ഡബിൾ ക്രോഷേ, അടുത്തതിൽ ഹാഫ് ഡബിൾ ക്രോഷേ, ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ. ഇനി ഈ ടിപ്പിലേക്ക് നമുക്ക് അറ്റം കണ്ടോ, അതിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ആ യാണിനെ നമുക്കിവിടെ കട്ട് ചെയ്യാം. കുറച്ച് നീട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇത് ഇവിടെ കട്ട് ചെയ്യാതെ നമുക്കിതിനെ ഇങ്ങനെ ചെയിൻ ഇട്ടിട്ടേ ഇതുപോലെ, ഞാൻ ഇതിലങ്ങനെ ചെയ്തത് കണ്ടോ, ചെയിനിട്ട് ഇതുപോലൊരു സ്ട്രിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഗ് ജാമായിട്ടൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കീ ചെയിനായിട്ടും എല്ലാം ഉപയോഗിക്കാൻ ഇതിങ്ങനെ ചെയ്യാൻ പറ്റും കണ്ടോ. എന്നിട്ട് ഇതിനിവിടെ ഇങ്ങനെ ഈ പെറ്റൽസിനെ കറക്റ്റ് ഷേപ്പിൽ വെച്ചിട്ട് ഞാൻ തുന്നിയെടുക്കുകയാണ് ചെയ്തത്, മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം വേണമെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ ചെയിൻ ഉണ്ടെങ്കിൽ പിന്നെ ഇത് ഞാൻ ഇപ്പോൾ ഈ ലീഫ് മാത്രം ഇതിൽ അറ്റാച്ച് ചെയ്യാണ്, ചെയിന് സെപ്പറേറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യാതെ ഇതിൽ ചെയിൻ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഞാൻ, മനസ്സിലായില്ലേ. എന്നിട്ട് ചെയിൻ ഇടുക, ഇങ്ങനെ നമ്മൾ കുറേ ചെയ്യില്ലേ, ഒരു 30 ചെയിൻ ഇടുക, 30-35 ചെയിൻ ഇടുക, എന്നിട്ട് മടക്കിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഒരു ലീഫും കൂടി ചെയ്യാം ഇതിൽ, മനസ്സിലായി. അതിനോടൊപ്പം യാണ് കട്ട് ചെയ്യാതെ തന്നെ ഒരു ലീഫും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അതല്ല ഒരു ലീഫ് മതിയെങ്കിൽ ഇങ്ങനെ നിർത്താം കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഇതിനെങ്ങനെ വലിച്ചെടുത്തു കണ്ടോ. ഇപ്പോൾ ഒരു പെറ്റിൽ റെഡി ചെയ്ത് കണ്ടില്ലേ. ഇപ്പോൾ ഈ ലീഫിനെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകിൽ ഇനിയിപ്പോൾ ഇത് ഞാൻ ഇതിനുള്ളിലേക്ക് ഹൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഒന്നുകിൽ ഇതിനിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സൂചി നൂല് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സൂചി നൂല് ഉപയോഗിച്ചാട്ടോ ഞാൻ തുന്നിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് മിൽക്കോട്ട യാൻസ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പുതിയ കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട ലീഫും ഒരു കീ ചെയിനും എല്ലാം ഇതിൽ അറ്റാച്ച് ചെയ്തു. അപ്പോൾ നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ ഇടുക. അപ്പോൾ കമൻസൊക്കെ കാണുന്നതൊരു സന്തോഷമല്ലേ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇഷ്ടമായോ, വീഡിയോസ് എങ്ങനെയുണ്ട്, മനസ്സിലാവുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.